മടി പിടിച്ചിരുന്നാൽ നമ്മുടെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് എപ്പോൾ മാറുന്നോ അപ്പോഴാണ് നമുക്ക് പണിയെടുക്കാനുള്ള ഒരു മൂഡ് വരിക കേട്ടോ. അപ്പം എന്തായാലും വൈകുന്നേരം വരെ വലിയ സുഖമല്ലെങ്കിലും നമ്മൾ രാത്രി തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് രാത്രി എന്നോ പകലെന്നോ ഇല്ല കേട്ടോ. ഏത് നേരമായാലും ക്ലീനിങ് ആയാലും എന്ത് പരിപാടിയാണെങ്കിലും അങ്ങനെ മാറ്റിവെക്കലൊന്നും ഇല്ല കേട്ടോ. തോന്നിയാൽ അപ്പം അങ്ങോട്ട് ചെയ്യും. അപ്പം നമുക്ക് കൂട്ടായിട്ട് മിന്നു ഉണ്ട് കേട്ടോ. അപ്പം മിന്നു ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തപ്പോൾ മിന്നുവിനും വേണം. അപ്പം ഞാനൊരു ഗ്ലാസ് ക്ലീനർ എടുത്തിട്ട് കയ്യിൽ കൊടുത്തേക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവളും അവിടെ വന്ന് വെറുതെ ഇരിക്കും. ഞാൻ എന്തെങ്കിലും പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളും എൻ്റെ കൂടെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല കേട്ടോ. നമ്മളൊപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ പിന്നെ വലിയ സീനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പം അടുക്കള 2 ദിവസമായിട്ട് ആകെ ഇങ്ങോട്ട് മെസ്സായി കിടക്കുകയാണ് കേട്ടോ. കാരണം പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കുമെന്നുണ്ടെങ്കിലും അതൊന്നും സ്റ്റാൻഡിലോട്ട് മാറ്റി വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യൂല. നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ തന്നെ അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇന്ന് എന്തായാലും അടുക്കള കണ്ട് ഫുള്ള് നീറ്റാക്കിയിട്ട് ഉറങ്ങുമെന്നുള്ള ആ ഒരു വാശിയിലാണ് കേട്ടോ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ കറികൾ കാര്യങ്ങളും ഒക്കെ പോയിട്ടും എണ്ണ പോയിട്ടും ഒക്കെ ആകെക്കൂടെ ഒരുമാതിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അതാണ് വൃത്തിയാക്കിയത്. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി പാത്രങ്ങളൊക്കെ അതാത് ഭാഗത്തേക്ക് മാറ്റി വെക്കുക. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സ്ഥലം ഇല്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷാനാക്ക് പറ്റുന്ന രീതിയിൽ അവളും ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹാളിൽ പോയിട്ട് ജനലിൻ്റെ സൈഡ് തുടക്കലും ടേബിൾ തുടക്കലും അങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൾക്കും ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മമാരെ കണ്ടിട്ടാണല്ലോ മക്കൾ വളരുമെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് ഇറങ്ങിയാൽ അതിന് തൊട്ട് പിന്നാലെ ഷാനയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും. ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവൾക്കും ഒരു മടിയായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ഓരോ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടി അവളെ കൊണ്ട് പറ്റുന്ന വിധമൊക്കെ അവളും ചെയ്ത് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇരുന്നാലൊന്നും പറ്റില്ല. എന്തായാലും അടുത്ത പരിപാടികളൊക്കെ തുടങ്ങണം. നമ്മുടെ നോമ്പ് ഇവിടെ എത്താനായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ വലിച്ചു വാരിയിട്ടുള്ള പണി കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ ചെറുതായി ചെറുതായി അങ്ങനെ ചെയ്തു വരാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ എടുത്തതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഒരു മൂവിയൊക്കെ കാണാൻ പറഞ്ഞിരുന്നപ്പോൾ ഷാനൻ്റെ സ്ഥലമൊക്കെ മിന്നു കയ്യേറിയിട്ടുണ്ട് കേട്ടോ. അപ്പം മൂവിയൊക്കെ സെർച്ച് ചെയ്തപ്പോൾ Z5-ലാണ് കാണാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ പിന്നെ കാണാൻ പറ്റിയില്ല. ഒരു കോൺ ഐസ്ക്രീമൊക്കെ തിന്നിട്ട് ചെറിയൊരു കോമഡി സീനൊക്കെ കണ്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞു.